നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷിണകാശി, അതായത് നമ്മുടെ കൊട്ടിയൂർ. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് സീസൺ സമയമാണ്, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ എത്ര ആൾക്കാർ കൊട്ടിയൂരിൽ ഇന്നേ വരെ പോയിട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ പോകുന്നെങ്കിൽ കുറച്ച് നിർത്തിയാണ് പോണത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ട് നമുക്ക് നേരെ കൊട്ടിയൂരെത്താം. ഓക്കെ, അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ അടിപൊളി വെള്ളച്ചാട്ടം കണ്ട്. കിടിലം വെള്ളച്ചാട്ടം കാണിച്ചു തരാം. ഇതാണ് കിടിലം വെള്ളച്ചാട്ടവും പൊളി സ്ഥലവും. വാവ്, നമ്മളിഞ്ഞി പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ഇനി നേരെ കൊട്ടിയൂർ പോവാം. അപ്പോൾ നമ്മളങ്ങനെ കൊട്ടിയൂരിലേക്ക് പോകുമ്പോൾ ഈ ഒരു കുന്ന് പോലത്തെ സ്ഥലം കണ്ട് അതിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരം പോലത്തെ റോഡാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് റോഡ്. അപ്പുറത്തും ചുരം ഇപ്പുറത്തും ചുരം. അതേപോലെ അന്ന് നടുവ് കൂടെയുള്ള റോഡ് കൂടെയാണ് കഴിക്കുന്നത്. നമ്മുടെ വയനാട് ചുരം ഏകദേശം, പക്ഷേ വയനാട് ചുരം അല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി ഇനിയിപ്പോൾ ചായ കുടിക്കാൻ നിർത്തുമ്പോൾ കാണിച്ചു തരാം. വീട്ടിലെ സ്ഥലമാണ്. ഓക്കെ, നമ്മളങ്ങനെ ചായ കുടിക്കാൻ വീട്ടിലെ സ്ഥലമാണ്. ലോങ്ങിലേക്ക് നല്ല കോട ഇറങ്ങിയിരിക്കുന്നത്. അത് മലയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇനിയിപ്പം അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി നേരെ പോട്ടെ കൊട്ടിയൂരിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അടിപൊളി സ്ഥലങ്ങൾ കണ്ടാൽ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നേരെ കൊട്ടിയൂർ. ഓക്കെ, ഇതും കിടിലൻ കാഴ്ചകൾ. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ സ്പ്ലെൻഡർ ബൈക്കിൽ നമ്മൾ അങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഒരു സ്പ്ലെൻഡർ 2 220ആണ് ഗൈസ് നമ്മളെ വണ്ടി. അപ്പോൾ ഫോട്ടോ എടുക്കണം എല്ലാവരും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ റെസ്റ്റ് എടുത്ത് പകുതിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. കിടില സ്ഥലം, നല്ല കിടില സ്ഥലമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കൊട്ടിയൂരിലേക്കാണ്, നേരെ കൊട്ടിയൂരിലേക്ക്. ഇനിയിപ്പോൾ എവിടെയും നിർത്തണില്ല, നേരെ കൊട്ടിയൂർ. അപ്പോൾ ഇനി നേരെ കൊട്ടിയൂർ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളങ്ങനെ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോക്കെ ഇപ്പോൾ മൂത്ര ചെയ്യാൻ പോയതാണ്. അപ്പോൾ എല്ലാവരും കൊട്ടിയൂരിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് ദർശനം. അപ്പോൾ നാളെ രാവിലെയാണ് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് കറങ്ങണം, ഫുഡ് കഴിക്കണം, സത്ര കിട്ടാൻ അവിടെ പോയി ഇരിക്കണം, ഇല്ലെങ്കിൽ ബൈക്കിലാണ് പോയി ഇരിക്കണം. അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ്. നോക്കാൻ നമുക്ക് എന്താണ് വെച്ചാൽ. അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ വേഗം അവിടെ നിന്ന് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എല്ലാവരും കഴിച്ച് പൊറാട്ടയാണ് കഴിച്ചത്. പിന്നെ നമ്മൾ നിരന്നിരുന്ന് കഴിച്ചെല്ലാവരും. പിന്നെ നമ്മൾ പോയത് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ്. പിന്നെ നമ്മൾ കൊട്ടിയൂരിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടേക്ക് ഈ പുഴയിലൊന്നും ആരും ഇറക്കണില്ല. പുഴയൊക്കെ നല്ല ഒഴുക്കാണ്, അടിപൊളി ഒഴുക്ക് പറഞ്ഞാൽ അടിപൊളി ഒഴുക്കാണ്. പിന്നെ അവിടെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഇറങ്ങരുത് എന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറെ സ്ഥലമുണ്ട് ബാക്കിൽ, നമ്മൾ അവിടെ നിന്നാണ് കുളിച്ചത്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കറങ്ങി, ജസ്റ്റ് ഒന്ന് കറങ്ങി. അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മൾ ദർശനത്തിന് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ കുളിച്ചത്. കുളിച്ച് കഴിഞ്ഞ് ഈറനോടെ പോകണമെന്നാണ് അവിടുത്തെ ഐതിഹ്യം. അപ്പോൾ നമ്മൾ കുളിച്ച് ഈറനോടെ പോയി വരി കണ്ടപ്പോൾ തല കറങ്ങിപ്പോയി. അങ്ങനെ ഉള്ളിൽ കയറി കണ്ടിട്ട് വരി. നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് ഇറങ്ങി നേരെ മുത്തപ്പൻകാവിലും പോയി. അപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി. അതിനെക്കൊണ്ട് ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.